അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, 5 വക്ത് നിസ്കാരം അല്ലാഹു തആലക്ക് നാം നൽകുന്ന ഗിഫ്റ്റാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് നമ്മളോട് ഭംഗിയോടെ നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഏറ്റവും വലിയ കള്ളൻ നിസ്കാരത്തിൽ കക്കുന്നവനാണ് എന്ന്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നിസ്കാരത്തിൽ എങ്ങനെ കക്കൽ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലദീ ലാ റുകൂഅഹ വസുജൂദഹ. നിസ്കാരത്തിലെ റുകൂ പൂർത്തിയാക്കാത്തവർ, സുജൂദ് പൂർത്തിയാക്കാത്തവർ, അവര് നിസ്കാരം കക്കുകയാണ്, നിസ്കാരം മോഷ്ടിക്കുകയാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ നല്ല ശ്രദ്ധിക്കണം. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നമ്മൾ ഒരാളോട് സംസാരിക്കുന്നു, അയാൾ എങ്ങോട്ടോ തിരിഞ്ഞു നിൽക്കുന്നു, അയാൾ മൊബൈൽ കളിക്കുന്നു, അയാൾ വേറെ എവിടേക്കോ ശ്രദ്ധിക്കുന്നു. നമുക്ക് ദേഷ്യം പിടിക്കൂലേ? ഇതെന്താ എൻ്റെ മുമ്പിൽ വന്നിട്ട് എന്നെ ശ്രദ്ധിക്കാത്തത് എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു ഫീലിംഗ് നമ്മളെ പ്രയാസപ്പെടുത്തൂലേ? അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള്. ആകാശഭൂമികൾ പടച്ച അള്ളാഹുവിന്റെ മുമ്പിലാണ്, അവനിലേക്കാണ് ഞാൻ എൻ്റെ ശരീരത്തെ മുന്നിടിച്ചത്, അവന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ എവിടെയോ ശ്രദ്ധിക്കുക, നമ്മൾ എവിടെയോ ചിന്തിക്കുക. അള്ളാഹു പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഭക്തിയോടെ നിസ്കരിക്കുന്ന ആളുകളാണ് വിജയിക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. അംർ ഇബ്നു ദർ എന്ന് പറയുന്ന ഒരു മഹാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കൈ പഴുത്തു. കൈ പഴുത്തപ്പോ ഡോക്ടർമാര് പറഞ്ഞു ഈ കൈ മുറിക്കണം എന്ന്. അപ്പോ അദ്ദേഹം പറഞ്ഞു, മുറിച്ചോളി, അല്ലാപ്പ എന്താ ചെയ്യാ? പക്ഷേ ലാ നഖ്ദിറു ബിഹാ ഇല്ലാ അൻ നശുദ്ദക ബിൽ ഹിബാൽ. അത് കഴിയണമെങ്കിൽ നിങ്ങളെ കയറെടുത്ത് കെട്ടേണ്ടി വരും, എന്നാലേ ഈ കൈ മുറിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, അങ്ങനൊന്നും വേണ്ട, കുറച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ സമയമാകും, ഞാൻ നിസ്കരിക്കാൻ നിൽക്കും, ആ സമയത്ത് നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മതി എന്ന്. അദ്ദേഹം നിസ്കരിക്കാൻ നിന്ന് അദ്ദേഹത്തിന്റെ കൈ മുറിക്കപ്പെട്ടു. അദ്ദേഹം അത് അറിഞ്ഞതുപോലുമില്ല. ഇത് അല്ലാഹു തആല നൽകുന്ന, അവന്റെ മഹാന്മാർക്ക് നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ്. നിസ്കാരത്തിൽ അങ്ങ് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ലോകത്തേ അല്ല, ഈ ദുന്യാവിലെ ഒരു ശ്രദ്ധയും അവർക്കില്ല. അള്ളാഹുവിന്റെ വലിയ വലിയ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു മഹാ സൗഭാഗ്യമാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തൊരു ടെൻഷൻ വന്നാലും ഫസിഅ ഇല സ്വലാ, പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് അങ്ങ് പോവുകയാണ് എന്നാണ് ഹദീസിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. വിഷമങ്ങൾ വന്നാൽ 2 റക്അത്ത് നിസ്കരിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇപ്പൊ നമ്മൾ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ദുആ നിസ്കാരത്തിന്റെ ശേഷമാണ്. പ്രത്യേകിച്ച് 5 വക്ത് ഫർള് നിസ്കാരത്തിന്റെ ശേഷമാണ് ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ ദ്വാരക്കുക നിസ്കാരം കഴിഞ്ഞാൽ. അല്ല, ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമ് ദ്വാരക്കുന്നുണ്ട്. ഇദാ ദഅൗതു ഫഅമിനു, ഞാൻ ദ്വാരക്കുമ്പോ നിങ്ങൾ ആമീൻ പറയണം, സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ എന്താ കാട്ടുന്നത്? നമ്മള് കുറെ ആൾക്കാർ ഇമാമ് ദ്വാരക്കുമ്പോ ആ ദ്വയിൽ പങ്കെടുക്കൂല, കയ്യും താത്തിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്തെല്ലാനാ ദ്വാരക്കുന്നത്? രോഗം മാറാന്, ഹിദായത്തിന് വേണ്ടി, ഫലസ്തീനിലെ പാവങ്ങൾക്ക് വേണ്ടി, ഈമാനോടുകൂടെ മരിക്കാൻ വേണ്ടി. ഇതൊന്നും ഇവനക്ക് വേണ്ടേ? ഇവനെല്ലാം ഉറപ്പിക്കപ്പെട്ട ആളാണോ? എല്ലാം ഗ്യാരണ്ടി കിട്ടിയ ആളാണോ? എന്നിട്ട് കയ്യും താത്തിയിട്ട് അവിടെ എങ്ങനെ ഇരിക്കുക, ആമീൻ പറയൂല. വേറെ ചില ആൾക്കാർ അതുവരെ ചെല്ലാനുള്ളതൊക്കെ ചെല്ലും, ദുആ തുടങ്ങിയാൽ സുന്നത്ത് നിസ്കരിക്കും.
ദ്വയിൽ പങ്കെടുക്കാനാവൂല എന്ന നിലക്കാണെങ്കിലാണ് പ്രശ്നം. തിരക്കുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് ഏറ്റവും സ്വീകാര്യയോഗ്യമായ ദുആ 5 വക്ത് നിസ്കാരത്തിന്റെ പിറകെയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ആ ദുആ മിസ്സാവാതെ, ഒന്നുകിൽ നമ്മൾ ദ്വാരക്കുക, അല്ലെങ്കിൽ ഇമാമിന്റെ ദുആക്ക് ആമീൻ പറയുക. അത് മിസ്സാവാതെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നിസ്കാരത്തിൽ പിന്നെ മാന്തിയിട്ടും ചൊറിഞ്ഞിട്ടും മുടി ശരിയാക്കിയിട്ടും പ്രിയപ്പെട്ടവരെ നിസ്കാരം ബാത്തിലാകും. കൈയൊട്ടാകെ അനങ്ങുന്ന രൂപത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. അത് നമ്മൾ ശ്രദ്ധിക്കണം. നിസ്കാരം എന്ന് പറയുമ്പോൾ മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ കയ്യിന് പ്രത്യേകമായ ചുമതല വെച്ചിരിക്കുകയാണ്. അത് നൃത്തത്തിൽ ഇന്നോടത്ത് വെക്കണം, റുക്കൂയിൽ ഇന്നോടത്ത് വെക്കണം, സുജൂദിൽ ഇന്നോടത്ത് വെക്കണം, ഇരുത്തത്തിൽ ഇന്നോടത്ത് വെക്കണം എന്ന് കയ്യിന് പ്രത്യേകം നിർദ്ദേശിച്ചത് കൈകൊണ്ടുള്ള കളി ഒഴിവാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഫവൈലുല്ലിൽ മുസല്ലീനല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കാത്ത നിസ്കരിക്കുന്നവർക്ക് തന്നെയാണ് നരകം എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതാണ്. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അല്ലാഹ്ക്ക് കൊടുക്കുന്ന ആ ഒരു ഗിഫ്റ്റ്, ആ ഒരു സമ്മാനം ഭക്തിയോടെ ശ്രദ്ധയോടെ നമ്മൾ നിർവഹിക്കണം. ഇമാമിന്റെ ഓത്ത് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളുടെ ശ്രദ്ധ അവിടെ ഇവിടെയും തെറ്റാതെ നമുക്ക് അത് നിയന്ത്രിക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.